നമസ്കാരം. ഈ കഴിഞ്ഞ 10 വർഷത്തിൽ റെയിൽവേ മേഖലയിൽ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഈ കാലഘട്ടം കൊണ്ട് റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറി. ഇപ്പോൾ റെയിൽവേ മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകർന്നിരിക്കുകയാണ് മൂന്നാം മോദി സർക്കാർ. റെയിൽവേയുടെ വികസനത്തിനായി വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പുതിയ റെയിൽവേ ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അറിയിച്ചത്. 7 സംസ്ഥാനങ്ങളിലെ 14 ജില്ലകളിലെ ഉൾപ്പെടുത്തിയാണ് റെയിൽവേ ലൈൻ പദ്ധതികൾ. ഒഡീഷ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, തെലങ്കാന, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2657 കോടി രൂപയാണ് ഇതിനായി ചെലവിടുന്നത്. 2031 ഇത് പൂർത്തിയാകും. ഇതിനു പുറമെ റെയിൽവേ മേഖലയുടെ വികസനത്തിനായി മറ്റു പദ്ധതികളെക്കുറിച്ചും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. റെയിൽവേ മേഖലയും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കൂടുതൽ ശക്തി ലഭിക്കാൻ പോകുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുകയും ചെയ്തു. രാജ്യവ്യാപകമായി 8 പുതിയ റെയിൽവേ ലൈൻ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഇതിനായി കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വൻ തൊഴിൽ സാധ്യതയാണ് ഈ പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം റെയിൽവേ മേഖലയിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 5 വർഷത്തിനുള്ളിൽ 100 വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ 772 ട്രെയിൻ സർവീസുകൾ രാജ്യത്ത് നൽകാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2024-25 കാലയളവിലെ ട്രെയിൻ സർവീസുകളുടെ കണക്ക് സംബന്ധിച്ച് BJP MP നീരജ് ശേഖർ അയച്ച കത്തിനാണ് അശ്വിനി വൈഷ്ണവ് മറുപടി നൽകിയത്. 2019 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 772 ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് നടത്തുന്നു. ഇതിൽ 100 വന്ദേ ഭാരത് ട്രെയിനുകളും ഉൾപ്പെടുന്നു. യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്കായി വിവിധ തരത്തിലുള്ള സേവനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. യാത്രക്കാർക്കായി എക്സ്പ്രസ് ട്രെയിനുകൾ, സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ, പാസഞ്ചർ മെമു തുടങ്ങിയ ട്രെയിൻ സർവീസുകൾ നടത്തി വരുന്നുണ്ട്. 100 വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്ത് നൽകാൻ സാധിച്ചു. ഇനിയും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ട്രാക്കിൽ ഇറങ്ങും. യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ട്രെയിനുകളിൽ ഒരുക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ട്രെയിനുകൾക്ക് കൂടുതൽ സുരക്ഷയൊരുക്കാൻ പുതിയ കവച് സംവിധാനവും ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ സർവീസ് നടത്താനുള്ള ട്രെയിനുകളിൽ കവച് 3.2 ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നൂതന സംവിധാനമായ കവച് 4.0 ആണ് ഇനി സ്ഥാപിക്കുക. രാജ്യത്തെ വിവിധ ഭൂപ്രദേശങ്ങളിലെ കാലാവസ്ഥയിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായ കവച് സംവിധാനത്തിന്റെ അത്യാധുനിക പതിപ്പാണ് കവച് 4.0. ട്രെയിൻ കൂട്ടിയിടികൾ തടയുന്നതിന് കൃത്യത തെളിയിച്ച സംവിധാനമാണിതെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. 10,000 ലോക്കോമോട്ടീവുകളിലൂടെയാണ് ഈ ഘട്ടത്തിൽ കവച് 4.0 സ്ഥാപിക്കുക. ഇങ്ങനെ കൂടുതൽ മുന്നേറുകയാണ് റെയിൽവേ രംഗം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.